ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അപ്പൂസ് കുക്ക് ബുക്കിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കാനുള്ളൊരു ചട്നി റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. റെഡ് ചട്നിയും ഗ്രീൻ ചട്നിയും. അപ്പോൾ അതിനു മുമ്പ് ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. ഞാൻ കഴിഞ്ഞ 2-3 വീഡിയോസ് സൈലൻറ്റ് വീഡിയോസാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് പേര് അഭിപ്രായം പറഞ്ഞു സൈലൻറ്റ് വീഡിയോസ് വേണ്ട, വോയിസ് കൊടുത്ത് ചെയ്താൽ മതിയെന്ന്. എനിക്ക് ഒരു മോളുള്ളതുകൊണ്ട് അവളെ കൺട്രോൾ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, മിണ്ടാതിരിക്കുക. അതുകൊണ്ടാണ് സൈലൻറ്റ് വീഡിയോസ് ആക്കിയത്. കൂടാതെ 2 മാസമായിട്ടുള്ളൊരു കുഞ്ഞു ഭാവിയുണ്ട്. അതുകൊണ്ടായിരുന്നു അങ്ങനെ പ്ലാൻ ചെയ്തത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സൗണ്ടുള്ള വീഡിയോസാണ് താല്പര്യമെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ട്രൈ ചെയ്യാം. എല്ലാവരുടെയും സപ്പോർട്ടിനും അഭിപ്രായങ്ങൾക്കും ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് ഈ ചട്നീസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം ഞാൻ റെഡ് ചട്നി എങ്ങനെയാണെന്ന് പറയാം. ഞാനിവിടെ ഒരു 10 ഉണക്കമുളക് അല്ലെങ്കിൽ വറ്റൽ മുളക് ചൂടുവെള്ളത്തിൽ 1/2 മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണം അതനുസരിച്ച് നിങ്ങൾക്ക് മുളകിൻ്റെ എണ്ണം കൂട്ടാം. കാശ്മീരി റെഡ് ചില്ലി വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ഉപയോഗിച്ചത്. ഇതിന് എരിവ് കൂടും, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് നമ്പേഴ്സ് എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമുക്ക് വിനീഗർ ആവശ്യമുണ്ട്. 1 ടേബിൾ സ്പൂൺ വിനീഗർ, ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് ജീരകം, അതായത് ഒരു 1/4 ടീസ്പൂൺ ജീരകം, ആവശ്യമുള്ളത്ര ഉപ്പ്. നമുക്ക് റെഡ് ചട്നിയിലേക്ക് ഇത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ചെടുത്ത് അരയ്ക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഗ്രീൻ ചട്നി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില, ഞാനിവിടെ ഒരു പകുതി കെട്ട് മല്ലിയില എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി ആവശ്യമുണ്ടോ അത്രയും മല്ലിയില നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം പുതിന, മിൻറ്റ് ലീവ്സ്. ഒരുപാട് എടുക്കരുത് കേട്ടോ, കാരണം ഭയങ്കര ഒരു കുത്ത് വരും ഒരുപാട് എടുത്താൽ. ജസ്റ്റ് ഒരു ചെറിയ ഫ്ലേവറിന് വേണ്ടി മാത്രം ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ നിങ്ങൾ 1 എടുത്താൽ മതി. എൻ്റെ പച്ചമുളകിന് തീരെ എരിവില്ല, അതുകൊണ്ട് ഞാനൊരു 3 എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പുളിക്ക് വേണ്ടിയിട്ട് നാരങ്ങാനീര് നമുക്ക് ഒഴിച്ച് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. റെഡ് ചട്നിയിലേക്ക് ഞാൻ വിനീഗറാണ് ചേർക്കുന്നത്, അതായിരുന്നു കുറച്ചും കൂടി ടേസ്റ്റ്. നിങ്ങൾക്ക് വിനീഗർ വേണമെങ്കിൽ ലെമൺ ജ്യൂസ് തന്നെ ചേർക്കാം. അപ്പോൾ ഇത് രണ്ടും, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി അരച്ചെടുക്കും, അതും അരച്ചെടുക്കും. അല്ലാതെ ഇതിലേക്ക് വേറെ കുക്കിംഗ് ആയിട്ട് ഒന്നുമില്ല. അപ്പം ഞാൻ അരച്ചെടുത്തിട്ട് ഒന്ന് കാണിക്കാം. അരയ്ക്കുമ്പോൾ ചെറു ചൂടുവെള്ളം ഒഴിച്ച് അരച്ചാൽ നമുക്ക് പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. കാരണം ഇത് നമുക്ക് തേങ്ങയൊന്നും ചേർക്കാത്തതുകൊണ്ട് അരയാൻ ഇത്തിരി പാടായിരിക്കും. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ അരയുമില്ല, അതുകൊണ്ട് സൂക്ഷിച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പം ഞാൻ അരച്ചെടുത്തിട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ നമ്മുടെ ഗ്രീൻ ചട്നി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കൺസിസ്റ്റൻസിയിലാണ് ഞാൻ അരച്ചെടുത്തേക്കുന്നത്. നിങ്ങൾ തലേദിവസം അരച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കുക. കാരണം ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കുറച്ചൊന്ന് തിക്കാവും. അപ്പോൾ നമുക്ക് ബ്രെഡിലേക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അല്ല നിങ്ങൾ അപ്പം തന്നെയാണ് അരച്ചെടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടി തിക്കായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഇച്ചിരി ഉപ്പ് കുറവുണ്ട് ഞാൻ നോക്കിയപ്പോൾ. അപ്പോൾ ഞാൻ ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ട് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗ്രീൻ ചട്നി അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുതിർത്ത് വെച്ചേക്കുന്ന വറ്റൽമുളക് മിക്സിയിലേക്ക് ആഡ് ചെയ്യാണ്. അതേപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, ജീരകം, പിന്നെ വിനീഗർ, ചൊറുക്ക. ഞാൻ 1 ടേബിൾ സ്പൂൺ വിനീഗർ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതും കുറച്ച് ചൂടുവെള്ളം ഉപയോഗിച്ച് അരച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. റെഡ് ചട്നിയും അരച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്പൈസി ആയിട്ടുള്ള ചട്നിയാണ്. അപ്പോൾ നമ്മൾ ബ്രെഡിൽ സ്പ്രെഡ് ചെയ്യുമ്പോൾ കുറച്ച് ആഡ് ചെയ്യുക. ഞാനിപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെയും കുറവുണ്ട്, വിനീഗറിൻ്റെയും കുറവുണ്ട്. അപ്പോൾ നമ്മുടെ എരിവ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് രണ്ടും ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ ഈ കൺസിസ്റ്റൻസി കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ഇത് എന്തായാലും ഉണ്ടാക്കി നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.